നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. ധനുരാശി മൂലം, പൂരാടം, ഉത്തരാടങ്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ധനുരാശി. 2026 ജൂൺ മാസത്തിൽ ധനുരാശിയുടെ രാശ്യാധിപനായ വ്യാഴവും 6ാം ഭാവാധിപനായ ശുക്രനും ധനുരാശിയുടെ അഷ്ടമഭാവത്തിലേക്ക് രാശി മാറും. ഈ സമയത്ത് ധനുരാശിക്കാർ പൊതുവെ ആരോഗ്യം സൂക്ഷിക്കണം. ക്ഷീണം, മാനസിക സമ്മർദ്ദം, പനി, അലസത എന്നിവയുണ്ടാകാം. വ്യായാമം, ഭക്ഷണ നിയന്ത്രണം എന്നിവ ശ്രദ്ധിക്കുക. അമിത യാത്രകൾ ഒഴിവാക്കുക. 5ാം ഭാവാധിപനായി ചൊവ്വ 5ൽ രുചക രാജയോഗത്തോടു കൂടിയാണ് നിൽക്കുന്നത്. ഇത് ഉയർന്ന പഠനം, ഗവേഷണം, വിദേശ പഠനം എന്നീ കാര്യങ്ങളെക്കുറിച്ച് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂല സമയമായി വരും. പക്ഷേ പരീക്ഷ സമ്മർദ്ദം കുറയ്ക്കുക, ധ്യാനം പ്രാക്ടീസ് ചെയ്യുക. അധ്യാപകരിൽ നിന്നും നല്ല ഉപദേശങ്ങൾ ലഭിക്കുന്ന സമയം കൂടിയാണ്. 10ാം ഭാവാധിപനായ ബുധൻ ജൂൺ മാസത്തിൽ ധനുരാശിയുടെ 7, 8 എന്നീ ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ആയതിനാൽ മാസത്തിൻ്റെ 2ാം പകുതിയായിരിക്കും കൂടുതൽ ഗുണപ്രദം. ബുധൻ സൂര്യൻ, ശുക്രൻ, ഗുരു എന്നീ ഗ്രഹങ്ങളുമായി യോഗം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്വമുണ്ടാകും. സഹപ്രവർത്തകരുമായി ആശയവിനിമയം നടത്തുന്നത് വളരെ പ്രയോജനപ്പെടും. ദീർഘകാല പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ അനുകൂല സമയമാണ്. സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യണം. സാങ്കേതിക മേഖല, ഇൻഷുറൻസ്, മെഡിക്കൽ എന്നീ മേഖലകളിൽ നേട്ടമുണ്ടാകും. 7ാം ഭാവാധിപനും ബുധനാണല്ലോ. ധനുരാശിക്കാർക്ക് ഭാവി വളർച്ചയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ അനുകൂല സമയമാണിപ്പോൾ. പഴയ കാര്യങ്ങളിൽ നിന്നും പഠിച്ച അനുഭവങ്ങളിലെ തെറ്റുകൾ തിരുത്താൻ കഴിയും. പങ്കാളിയുമായി തുറന്ന ആശയവിനിമയം നടത്തുക. വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ മുതിർന്നവരുമായി ആലോചിക്കണം. വിദ്യാഭ്യാസം, ഓൺലൈൻ കൺസൾട്ടിംഗ്, അക്കൗണ്ടിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നേട്ടമുണ്ടാകും. 5ാം ഭാവാധിപനായ ബലവാനായ ചൊവ്വ ജൂൺ 19 വരെ പ്രണയബന്ധങ്ങളിൽ വൈകാരികത വർദ്ധിപ്പിക്കും. തെറ്റിദ്ധാരണകൾ സംസാരിച്ച് തീർക്കുക. ദാമ്പത്യത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും പങ്കാളിയുമായി തുറന്നു സംസാരിച്ചാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. വിവാഹം ആലോചിക്കുന്നവർക്ക് ജൂൺ മാസത്തിൽ നല്ല ആലോചനകളും തീരുമാനങ്ങളും എടുക്കാൻ കഴിയും. മാസത്തിൻ്റെ 2ാം പകുതിയായിരിക്കും കൂടുതൽ ഗുണപ്രദം. നിത്യവും ശാസ്താവിൻ്റെ കീർത്തനങ്ങൾ ജപിക്കുക.